ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നൈറ്റ് 3 ആയിട്ടാണ് നമ്മുടെ ദ ബേബി ഇൻ യെല്ലോയിലേക്ക് കടക്കാൻ പോവാണ്. അപ്പം നമുക്ക് ലെറ്റ്സ് ഗോ. ഇതിൽ ഞാൻ പലതും പ്രതീക്ഷിക്കുന്നു, എനിക്കിപ്പോൾ തന്നെ വീഡിയോ ആവുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വായ എവിടെയും നോക്കാം. എനിക്ക് തോന്നുന്നത് നമ്മളോട് പറയണത് വാച്ച് ടി വി ഇൻ ദി സോഫ. നമ്മൾ ടി വി ആണെന്നാണ് പറഞ്ഞിരിക്കണത്. നമുക്ക് തോന്നുന്നു കുട്ടി ഉറങ്ങുകയാണ്, അതുകൊണ്ട് നമുക്ക് പോയിട്ട് ടി വി കാണാം. ഓക്കെ ഗൈസ്, എന്തത് ഇടിമിന്നലോ? ഗൈസ്, നമ്മളോട് കുട്ടീനെ എന്താ ശരിയാക്കാൻ പോവാൻ. ഓക്കെ, നമുക്ക് പോവാം ഗൈസ്. എന്തപ്പം ഉണ്ടായി? ഞാനൊന്നും കണ്ടില്ലല്ലോ. ഗൈസ്, ഇതാ കുട്ടി ഇതാ അവിടെ നൂല് ഒതുക്കുന്നുണ്ട്. അവൻ്റെ ചിരി കണ്ടില്ല. ഓക്കെ മോനെ, ഞാൻ പോവുകയാണ്. പിന്നെ നമ്മളോട് വല്ലതും ആർക്ക് തിന്നാനാന്നൊക്കറിയില്ല, നമ്മളോട് ഉണ്ടാക്കാനും വല്ലതും. ഇതെന്താ കിച്ചൺ ഗെയിമാണ്. ചീസ് ടോസ്റ്റ്, ബ്രെഡ്. നമുക്ക് കുറച്ച് തക്കാളിയും ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. ചീസ് കൊണ്ടൊക്കെ ഉണ്ടാക്കണത്. ഓക്കെ, ആദ്യം നമുക്ക് ഉള്ളി വെക്കാം. ബ്രെഡ് വെച്ചിട്ട് ഉള്ളി വെക്കാം. തക്കാളി. ഇതെന്താ കുക്കിംഗ് ചാനലോ? ഇനി എന്താണ്? നമ്മൾ ചീസാണ് വെക്കണത്. എന്തൊരു മഷ്റൂം പോലത്തെ ഒരു സാധനം ഉണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അതും കൂടി നമുക്ക് വയ്ക്കാം. പിന്നെ ക്യൂക്യൂംബർ. അപ്പോൾ ഓക്കെ, നമ്മൾ പിന്നെ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ഗൈസ്. ഓക്കെ, നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയോ? ഒരു തക്കാളിയും കൂടി എടുക്കാം. ഓക്കെ, ഇത് മതി. ഇനി നമുക്കൊരു ബ്രെഡ് വെക്കാം. ഓക്കെ ആൻഡ് മേക്ക് ടോസ്റ്റ്. ഓക്കെ, എന്തപ്പം ഉണ്ടായി? പേടിയാവുന്നു ഗായ്സ്. ഞാൻ പേടിച്ചിട്ടോ ഗായ്സ്. ഫീഡ് ദ ബേബി യു മോൺസ്റ്റർ. ഫീഡ് ചെയ്യാൻ കുപ്പി കിട്ടിയിട്ട് വേണ്ട, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ. ഇതൊരു പേടിയാണ് കേട്ടോ. എന്താ ഫ്രിഡ്ജിൻ്റെ ഉള്ളോ? നമ്മളോട് കുപ്പി കണ്ടെത്താനാണെന്നാണ് തോന്നുന്നത് ഗൈസ്. ഇതെന്താ ഫ്രിഡ്ജിൻ്റെ ഉള്ളാണ് ഗൈസ്. എന്തപ്പോൾ ഇത്? ഉള്ളിലേക്ക് പോയോ? എനിക്കതിൻ്റെ വഴിയൊക്കെ കണ്ടിട്ട് ഗൈസ്, അതാ കുപ്പി. ഇതെന്തിങ്ങനെ ഒരു അനദർ അകത്തൂടെ പോയാൽ നമുക്ക് ആ കുപ്പി കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. പോയോക്കാം ഗൈസ്. എനിക്കെന്തോ ഇപ്പം തന്നെ എന്തോ പേടിയൊക്കെ ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആ ടോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സൗണ്ടും പിന്നെ ഫീഡ് മീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ആർക്കാണെങ്കിൽ ഒന്ന് പേടിയാവും. ചെറുതായിട്ടേ പേടിയായിട്ടുള്ളൂ, നമ്മളങ്ങനെ പേടിക്കാത്ത ടീമിൽ പെട്ടതായതുകൊണ്ട്. അപ്പോൾ ഓക്കെ, എവിടെ കുപ്പി? ഞാനിങ്ങനെ തിരഞ്ഞ് എവിടെ? ഓക്കെ, ഇതെന്താ? നമ്മൾ അന്റാർട്ടിക്കയിലെത്തിയോ ഗൈസ്? കിട്ടി. യെസ് ഗൈസ്, നമുക്കിന്ന് മോൺസ്റ്ററിന് മിൽക്ക് കൊടുക്കാം. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് ആലോചിക്കണം ഗൈസ്. ഇനി എന്തൊക്കെയാണാവോ നടക്കുന്നത്? ഇതെന്താ ചിക്കനൊക്കെ? ഓ മൈ ഗോഡ്, വഴിയൊക്കെ തെറ്റാണ്. എനിക്ക് ഈ കൂടെ പോകേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഏക്കിലൂടെയൊക്കെ പോവുക. ഞാൻ ഈ കൂടെയൊക്കെ അറിയൊന്നുമില്ല. എന്നാലും ഞാൻ ഇക്കൂടിയൊക്കെ പോയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഇനി എന്ത് ചെയ്യും? ഓക്കെ ഗൈസ്, ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഞാൻ എന്ത് ചെയ്യുന്നേ? ഓ ഗൈസ്, അങ്ങനെ എത്തി. ഇതേതാ സ്ഥലം? നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്കല്ല കയറിയത്. ഇതേതാണാവോ? ഇതാണോ റൂം? അല്ല ഗൈസ്, പരസ്യത്തിന് വരാൻ പറ്റിയ സമയം. എന്നാലും നമ്മളിപ്പോൾ എവിടെ എത്തിയത്? ഓക്കെ, നമുക്ക് ഇതാണെന്ന് തോന്നുന്നത്. യെസ്, ഇതന്നെ. അതാണ് നമ്മുടെ മോൺസ്റ്റർ ഇരിക്കുന്നത്. കണ്ടില്ലോ അവൻ്റെ ഗൈസ്, അവൻ്റെ കണ്ണിനെന്തോ പറ്റും. അമ്മയ്ക്ക് പേടിയാണ്.
ഓക്കെ, നമ്മൾ ഇനി ഇതിൻ്റെ ഡൈപ്പർ മാറ്റണം. ഇവനക്ക് വേറെ പണിയില്ലേ കണ്ടോ? ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ടൊക്കെ പേടിയാവുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ടോയ്ലറ്റിൽ അങ്ങനെയൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഞാനെന്തീ കാട്ടുന്നത്? ഓക്കെ, നമ്മൾ ഡൈപ്പർ എടുക്കാൻ പോവാണ്. ഇവൻ അവിടെ നിന്ന് എക്സ്കേപ്പ് ആവുമോ? നോ നോ നോ. അല്ലോ ബോധം കിട്ടുമോ? എനിക്കെന്തോ പേടിയാവുന്ന ഒരു ബോക്സിൽ നിന്ന് ഈ കുട്ടിൻ്റെ നോട്ടും കണ്ടില്ലോ. ആ ലോലിമോറൻ്റെ കൈ കിട്ടുന്നല്ലോ, അതാ പാറിക്കിടക്കണം. ഇവനെന്താ സ്പൈഡർമാനാണ്. എന്തെന്നാലും ഇവിടെ നടക്കുന്നത് നമ്മളോട് ബ്രേക്ക് ദ എമർജൻസി ഗ്ലാസ് സ്ട്രൈസ്. മുകളിലത്തെ നിലയിൽ എന്തൊരു എമർജൻസി ഗ്ലാസ് അത് നമ്മളോട് ബ്രേക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ ഓക്കെ എന്തത് ഗൈസ് വരുമോ? നല്ല പേടിയാവുണ്ട്. പക്ഷെ നമുക്ക് എങ്ങനെ ഇപ്പോൾ പോകാൻ പോലും അറിയില്ല. എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ മറ്റേ ഡൈനിങ് ടേബിളിൻ്റെ ആ സൈഡിൽ കൂടെ കൊണ്ട് വരും. എനിക്ക് ഇത് നോക്ക് ഗൈസ്, നമ്മൾ പാറിക്കളിക്കുന്ന കാണില്ല. കുട്ടി അത് അവിടെ നിൽക്കണം, കുട്ടി പിശാച്. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇവിടേക്ക് വരെ വരുന്നുണ്ടോ? ഏത് റൂമിലാന്ന് മനസ്സിലാവുന്നില്ല. ഇത് ലോക്ക്ഡാണ്, ഇതും ലോക്ക്ഡാണ്. ഇത് ഓപ്പണാണ്. ഇവിടെ തന്നെയാണ്, ഇവിടെ തന്നെ. എൻ്റെ അമ്മയെ കുട്ടി ഇവിടേക്ക് വരെ പോകുന്നു ഗൈസ്. നല്ല പേടിയാവുന്നുണ്ട്. ഓക്കെ, ഇതാ എമർജൻസി ബ്രേക്ക് ഗ്ലാസ് ഗൈസ്. കിട്ടി. ഇതെന്താ നമ്മൾ മറ്റേ കുട്ടികളെങ്ങനെ വായിലുണ്ടാവുന്ന സാധനമല്ലേ? ഈ കുട്ടീൻ്റെ വായ കൊണ്ടേ വെക്കണം. അതാ കുട്ടി പിശാച്. ഓക്കെ, കുട്ടി വീണു ഗൈസ്, കുട്ടി വീണു. നോർമലായി. എപ്പോഴാണാവോ ഈ സാധനം പണ്ടത്തെ പോലെ തന്നെ ആവും. ഓക്കെ ഗൈസ്, ഇവനെ ഇനി നമ്മൾ പോയിട്ട് ബെഡ്റൂമിൽ കൊണ്ട് വയ്ക്കണം. കണ്ടില്ല. എന്തത്? ഇതേതാ സ്ഥലം? നമ്മൾ റൂമിലേക്കല്ല പുതിയ എന്ത് ബുക്ക്. അവിടെ കുട്ടീൻ്റെ കണ്ണ് കണ്ടിട്ടാണ് എന്തത്? എന്തിപ്പാ പോയത്? ഇവിടെ അതുപോലെ പഠിച്ചോനെ. കുട്ടീനെ നമുക്ക് ബെഡ്റൂമിൽ വെക്കാം. ഓക്കെ, ഇത് കൊടുക്കാനാണ് പറയണത്. ഓക്കെ, കൊടുത്തു. ഓക്കെ, ഇനി എന്താണ്? ഇനി നമ്മൾ ഒരു ബുക്ക് ഉണ്ട് അവിടെ കിടക്കുന്നത്. ഇനി അത് വായിക്കാൻ തന്നെ ഉറപ്പല്ലേ? ഇതൊരു ഷിപ്പിൻ്റെയാണ്, പ്രിൻസ് ആൻഡ് ദി ഷേപ്പ്. മുമ്പ് പ്രിൻസ് ആൻഡ് ദി കാറ്റ്, പിന്നെ പ്രിൻസ് ആൻഡ് ദി റാബിറ്റ്, ഇപ്പോൾ ദ പ്രിൻസ് ആൻഡ് ഷീപ്പ് സോറി ആടോ എന്തൊരു ആ ആടിന് എന്താ ഇപ്പം പറയാ എനിക്കറിയാം കേട്ടോ. ഒരാടാണത്. എന്തൊരു ഗോസ്റ്റ് സ്റ്റോറി തന്നെയാണ്. പ്രിൻസ് പറയണ ഈ കുട്ടീനെ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അവർ വായിച്ചോട്ടെ, എനിക്കൊന്നും വായിക്കാൻ. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഈ ഗെയിം കളിക്കുന്നത് നൈറ്റ് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു പേടി ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം പ്ലീസ്. ഒന്ന് കമൻറ്റിൽ ഈ വീഡിയോ എങ്ങനെയുണ്ട്, ഇനി ഞാൻ വീഡിയോ ഒക്കെ രസമുണ്ടോയെന്നൊന്ന് പറയാം കേട്ടോ. പിന്നെ നിങ്ങൾ പാർട്ട് 1 പാർട്ട് 2 കാണാത്തവരാണെങ്കിൽ അത് പോയിട്ടൊന്ന് കാണാൻ. അടിപൊളിയാണ്. നമ്മുടെ പാർട്ട് 1 നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാർട്ട് 2 അതിൻ്റെ ബാക്കി ഇപ്പോൾ പാർട്ട് 3, ഇനി പാർട്ട് 4 വരും. ഇതിനി സൗൾസ് 2 രണ്ടാമത്തെ ആത്മാവ് അങ്ങനെ എന്തൊക്കെയുണ്ട്. എനിക്ക് തോന്നുന്നു വേറൊരു വീട്ടിലോ അങ്ങനെ എന്തൊക്കെയാണ്. ഞാൻ കളിച്ചിരുന്നു കുറേ മുമ്പ്. അപ്പോൾ ഇതൊന്നും ഓർമ്മ പോലും ഇല്ല കേട്ടോ. ഓക്കെ, സ്റ്റോറി എന്താ കഴിയാത്ത കേസ്. പിന്നെ ഉറപ്പായിട്ടും നിങ്ങളിപ്പോൾ ബുക്ക് ഗൈസ്. എന്തൊക്കെ ഉണ്ടായി? ബുക്ക് വരെ തെറിച്ചു പോയി. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മോൻസ് ചെങ്ങായിൻ്റെ വിളിക്കുന്നു. എന്താണ്
മൈ ഗോഡ്. ഗുഡ് നൈറ്റ്. ആരോട്? നമ്മളോടാ. ഗുഡ് നൈറ്റ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ പാർട്ട് കഴിഞ്ഞു എന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഞാനതെന്താ അവസാനിച്ചിരിക്കുന്നു കുറച്ച് ലേറ്റായി പറഞ്ഞത്, ലോഡിങ് എന്ന് കണ്ടാലേ എനിക്ക് ഉറപ്പ് വരുള്ളൂ. അപ്പോൾ ഇനി അടിപൊളി വീഡിയോസ്, അടിപൊളി മീൻസ് നല്ല 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 ഫ്രഷ് ആയിട്ടുള്ള ഇതിൻ്റെ പാർട്ട് ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ വല്ല ഗെയിമും സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയാം. ബൈ.